വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ വഴി സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ടിപ്സ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് പേര് കൺസീവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ഉണ്ടായിട്ടുള്ള കപ്പിൾസ്, അതായത് അവർ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, എല്ലാ റിപ്പോർട്ട്സും നോർമലായിരുന്നു. അങ്ങനെയുള്ളവരെ കൺസീവ് ആകാനായിട്ട് സഹായിച്ച കുറച്ച് ടിപ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആകും, മുഴുവനായി കേട്ട് നോക്കുക. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയെ അത് അഫക്റ്റ് ചെയ്യും കേട്ടോ. സ്പേമിന്റെ ശരീരത്തിലോട്ട് സ്വിം ചെയ്ത് പോകാനായിട്ടുള്ള കപ്പാസിറ്റിനെയും ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന്റെയും ചാൻസസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് അത് കാരണമാകും. അപ്പോൾ ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പലരും ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് വജൈനൽ ഡ്രൈനെസ് ഉണ്ടാവുകയാണെങ്കിൽ അതൊന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ നമുക്ക് ആ ഒരു ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി പെയിൻഫുൾ അല്ലാതെ റിലാക്സ് ആയിട്ട് ഒരു പ്രോസസ്സ് എൻജോയബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലരും ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നത്. നോർമലി നമുക്ക് സെർവിക്കൽ മ്യൂക്കസിന്റെ ഫോമിൽ തന്നെ ലൂബ്രിക്കൻസ് കിട്ടുന്നുണ്ട്. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് സ്ത്രീക്ക് ഉണ്ടാകുന്ന സമയത്ത്, സ്ത്രീ കൂടുതൽ സ്റ്റിമുലേറ്റഡ് ആകുന്ന സമയത്ത് നാച്ചുറലി ശരീരത്തിൽ നിന്ന് എഗ് വൈറ്റ് ടെക്സ്ചർ ഉള്ള ഒരു ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. ഈ ഒരു ഡിസ്ചാർജ് ആണ് ആ കോണ്ടാക്ട് സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഒരുക്കി തരുന്നത്. പക്ഷേ ആ ഒരു ഡിസ്ചാർജ് ഇല്ലാത്ത സമയത്താണ് പലരും ഈ ഒരു ലൂബ്രിക്കൻസ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. പലപ്പോഴും പലതരത്തിലുള്ള ലൂബ്രിക്കൻസും സ്പേം ഫ്രണ്ട്ലി അല്ലാത്തവയാണ്. അങ്ങനെയുള്ള ലൂബ്രിക്കൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും സ്പേമിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും ഇതിന് സ്വിം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. ചില സ്പേം സെൽസ് സ്പേമിന് ഹാംഫുൾ ആയിട്ട് വർക്ക് ചെയ്യുകയും അത് അവിടെ വെച്ച് തന്നെ നശിച്ചു പോകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാക്സിമം ലൂബ്രിക്കൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസീവ് ആകാൻ സഹായിക്കുന്ന തരത്തിലുള്ള ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നാച്ചുറലി ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ ആണെങ്കിലും കൂടുതലും നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് ഇതുപോലെ സ്പേമിന്റെ മൂവ്മെന്റ്സിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ഡ്രൈനെസ് ആണ്, ആ ഒരു പ്രോസസ്സ് എൻജോയബിൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ കഴിവതും ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് നോക്കുക. കോൺസീവൽ എന്ന് പറയുന്ന ഒരു മെഡിസിൻ പലർക്കും കൊടുത്ത് കാണാറുണ്ട് ഈ ഒരു സമയത്ത് ഡോക്ടേഴ്സ്. അത് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടുകയും അതിന്റെ ഫലമായിട്ട് സ്പേം സെൽസിനകത്ത് എഗ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതിനുള്ള നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. നാച്ചുറലി ആയിട്ട് സെർവിക്കൽ മ്യൂക്കസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം ഒരുപാട് കുടിക്കുന്നതിനനുസരിച്ചിട്ട് സെർവിക്കൽ മ്യൂക്കസിന്റെ കൗണ്ട് കൂടുന്നു. വെള്ളവും അതുപോലെ വെള്ളത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം ഉപയോഗിക്കുന്നത് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്ന സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമതായിട്ട് എല്ലാവരും ചെയ്തു വെക്കുന്ന മിസ്റ്റേക്ക് ആണ് കോണ്ടാക്ട് ഓൺലി ഓവുലേഷൻ ഡേറ്റിലോട്ട് മാത്രം ചുരുങ്ങി പോകുന്നത്. കഴിഞ്ഞ ദിവസവും ലൈവിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എക്സാക്ട് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ഡേറ്റിൽ മാത്രമേ പ്രഗ്നൻസി ട്രൈ ചെയ്തുള്ളൂ, പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ടോ ചേച്ചിന്ന് ചോദിച്ചിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോർമലി ഒരു 30 ദിവസം സൈക്കിൾ ഉള്ള ഒരാൾ ഓവുലേഷൻ ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് പീരിയഡ്സിന്റെ 16ാമത്തെ ദിവസമാണ്. എന്നാൽ ചില സിറ്റുവേഷൻസ് കൊണ്ട് 15ാമത്തെ ദിവസം നമുക്ക് ഓവുലേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ 16ാമത്തെ ദിവസം ചെയ്താൽ മതിയല്ലോ, എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് അന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും ഇൻ കേസ് 15ന് എഗ് ശരീരത്തിൽ വരുവാണെങ്കിൽ നിങ്ങളൊരു 16 നൈറ്റ് ഒക്കെ ആകുമ്പോഴാണ് കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് അവിടെ കുറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് റപ്ചറായി പുറത്തേക്ക് വരുന്ന എഗ് കുറഞ്ഞത് ഒരു 24 hours വരെയെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് കോണ്ടാക്ട് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് പ്രഗ്നൻസിയുടെ ചാൻസസ് കുറയും. അതുകൊണ്ട് ഒരിക്കലും എക്സാക്ട് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ഡേറ്റ് മാത്രം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കരുത്. ഫോർട്ടൈൽ ടൈം പീരീഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ 16 ആണ് നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് വരുന്നതെങ്കിൽ ഓൾമോസ്റ്റ് 5 days മുൻപ് മുതൽ തന്നെ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യണം. പീരിയഡ്സിന്റെ ഒരു 11ാമത്തെ ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോണ്ടാക്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടത് പീരിയഡ്സിന്റെ 18ാമത്തെ ദിവസമാണ്. അതായത് എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടും 2 days കൂടി കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ചില സിറ്റുവേഷനിൽ ഓവുലേഷൻ നേരത്തെ ആകാം, ചില സിറ്റുവേഷനിൽ ലേറ്റ് ആവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഒരിക്കലും എക്സാക്ട് ഓവുലേഷൻ ഡേറ്റിലോട്ട് മാത്രം കോണ്ടാക്ട് ചുരുങ്ങി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം.
മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവുലേഷൻ ഡേറ്റിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ ഡീപ് പെനിട്രേഷൻ തരുന്ന തരത്തിലുള്ള പൊസിഷൻസ് ഓപ്റ്റ് ചെയ്യണം. ആ ഡീപ് പെനിട്രേഷൻ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടും ആ ഗ്രാവിറ്റി ഫോഴ്സ് നേരെ ഡൗൺവേർഡ് ആയിട്ടുള്ള പൊസിഷനിൽ പോകുമ്പോഴും പെട്ടെന്ന് ഫോർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് അവിടെ വർദ്ധിക്കുന്നു. ഡീപ് പെനിട്രേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഡോഗി സ്റ്റൈലോ മിഷണറി പൊസിഷനോ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ മറ്റുള്ള ട്രൈ ചെയ്യുന്ന പൊസിഷൻസ് ഗ്രാവിറ്റി ഫോഴ്സ് കീഴ്പോട്ടേക്കാണെങ്കിൽ, അതായത് സ്ത്രീകൾ മുകളിലിരിക്കുന്ന തരത്തിലുള്ള വുമൺ ഓൺ ടോപ്പ് ആയിട്ടുള്ള പൊസിഷനൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഗ്രാവിറ്റി ഫോഴ്സ് കീഴ്പോട്ടേക്കാണ്. അങ്ങനെ വരുമ്പോഴേക്കും സ്പേം കയറുന്നത് പോലെ തന്നെ തിരിച്ചിറങ്ങി പോരാനായിട്ട് ഗ്രാവിറ്റി ഫോഴ്സ് കീഴ്പോട്ടേക്ക് ആയതുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി തിരിച്ചിറങ്ങി പോകാനായിട്ടുള്ള ചാൻസസ് അവിടെ കൂട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് കഴിവതും ഈ ഒരു ഡീപ്പ് പെനിട്രേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള പൊസിഷൻസ് ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി വുമൺ ഓൺ ടോപ്പ് ആയിട്ടുള്ള പൊസിഷനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇജാക്കുലേഷൻ സംഭവിച്ച് ആ ഒരു മൊമെന്റിൽ തന്നെ നമ്മൾ കിടക്കാനായിട്ട് നോക്കുക കേട്ടോ. നീണ്ടു നിവർന്ന് കിടക്കുകയോ ലെഗ് അപ്പ് ദ വോൾ പൊസിഷനിൽ അങ്ങനെ തന്നെ പയ്യെ നീങ്ങി മതലിലോട്ട് കാല് വെച്ചിട്ട് ലെഗ് അപ്പ് ദ വോൾ പൊസിഷനിൽ കിടക്കുന്നതും ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. മിഷണറി പൊസിഷനിലും ഡോഗി സ്റ്റൈലിലും ട്രൈ ചെയ്ത് കഴിഞ്ഞാലും അത് കഴിഞ്ഞതിന് ശേഷം പില്ലോ അണ്ടർ ഹിപ്പ് വെച്ച് കിടക്കുകയോ ബ്രിഡ്ജ് ബോസ് എക്സസൈസോ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതും ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വർദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 50 മിനിറ്റ്സോളം കിടക്കാനായിട്ട് നോക്കുക. ചില ആളുകൾ ഇമ്മീഡിയറ്റ്ലി തന്നെ വാഷ്റൂമിൽ പോയിട്ട് ക്ലീൻ ആക്കാനായിട്ട് നോക്കുന്നവരുണ്ട്. നമ്മൾ വാഷ്റൂമിൽ പോകണം, യൂറിനേറ്റ് ചെയ്യണം, ക്ലീൻ ചെയ്യണം. പക്ഷെ അതൊരു 50 മിനിറ്റ്സിന് ശേഷമായിരിക്കണം. 15 മിനിറ്റ് കറക്റ്റ് ആയിട്ട് സ്വിം ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസസ് ആണ് വർദ്ധിപ്പിക്കുന്നത് കേട്ടോ. ആ ഒരു 50 മിനിറ്റ്സ് വരെ നിങ്ങൾ അങ്ങനെ കിടന്നതിന് ശേഷം മാത്രം യൂറിനേറ്റ് ചെയ്യാനായിട്ട് പോകുക. മസ്റ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹാർംഫുൾ ആയിട്ട് നമ്മൾ സോപ്പ് ഇങ്ങനെ അടിച്ച് പതപ്പിച്ചിട്ടൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് ക്ലീൻ ചെയ്താൽ മതി. നോർമൽ ടാപ്പ് വാട്ടർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി. ചുറ്റുമുള്ള തുടയുടെ പോർഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നാച്ചുറലി ഒരു ക്ലീനിങ് പ്രോസസ്സ് വജൈനയിൽ നടക്കുന്നുണ്ട്. ഓവറായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴേക്കും അത് pH ബാലൻസിനെ എഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസും വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അതെപ്പോഴും പ്ലഷറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, അതല്ലാതെ പ്രഷറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കരുത്. പല ആളുകളും അയ്യോ ഓവുലേഷൻ ഡേറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ചെയ്യാൻ ഇത്ര ദിവസം ചെയ്യാനായിട്ട് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും ഇജാക്കുലേഷൻ ഉണ്ടാകുന്നതിന് ആ ഒരു ടൈമിന് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ സ്ത്രീകൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് അവർ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്നതെങ്കിൽ അത് അവരുടെ ശരീരത്തിൽ നല്ല രീതിക്ക് തന്നെ പ്രകടമാകും. നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാവില്ല. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും, ഭയങ്കര ഡ്രൈനെസ് ഉണ്ടാകും. ചിലപ്പോൾ ഒന്തി മാറ്റിയിട്ട് എങ്ങോടെങ്കിലും പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരെ നമുക്ക് ഉണ്ടാകും. അങ്ങനെ പല തരത്തിലുള്ള ഡിസ്കംഫേർട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലഷറോട് കൂടിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ ഹസ്ബൻഡിനോടൊന്ന് കൺവേ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. കാരണം ആ ഒരു പ്രഷറിന്റെ ഒരു എഫക്റ്റ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു പ്രോസസ്സ് എൻജോയബിൾ ആകാത്തത് പോലെ തന്നെ നമ്മുടെ ശരീര അവയവങ്ങൾ വികസിക്കുന്നതിനും, അതായത് സെർവിക്സ് ഒക്കെ നല്ല ഡൈല്യൂട്ട് ആയിട്ട് ആ സ്പേം സെൽസ് ഒരുപാട് അകത്തേക്ക് എത്തുന്നതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് കാരണമാകും. എത്തില്ല എന്നല്ല, എത്തും. പക്ഷെ അത് ഒരുപാട് ക്വാളിറ്റിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ അവിടെ ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഹസ്ബൻഡിനോട് ഈ ഒരു കാര്യം കൺവേ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പരസ്പരം നന്നായി സംസാരിച്ച് ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്പേം സെൽസിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപ് ഫോർപ്ലേ നടത്തുകയാണെങ്കിൽ അത് രണ്ടുപേർക്കും ആ ഒരു കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ. ഈ ഓർഗാസം ഫോർപ്ലേ ഒന്നും ഇല്ലെങ്കിലും പ്രഗ്നന്റ് ആകുന്നവരുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയില്ല, നമ്മൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാകും, റേപ്പ് വിക്ടീം ആയിട്ടുള്ള ആളുകൾ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞത്. അവർക്ക് ആ ഒരു പ്രോസസ്സ് എൻജോയബിൾ അല്ല, അവർക്ക് ഓർഗാസം ഉണ്ടാവുന്നില്ല. പക്ഷേ അകത്തേക്ക് സ്പേം സെൽസ് കയറുമ്പോഴേക്കും ഫെർട്ടിലൈസേഷൻ നടന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരായിട്ടുള്ള ആളുകൾ ഈ ഒരു നിസ്സാര കാര്യങ്ങളും കൂടി മനസ്സിലൊന്ന് കൺസിഡർ ചെയ്തിട്ട് അതിനും കൂടി ഒന്ന് നല്ല രീതിക്ക് മാറ്റി കൊണ്ടുവന്നിട്ട് പ്രഗ്നൻസി നോക്കുവാണെങ്കിൽ വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫാക്ടറും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓവുലേഷൻ ഡേറ്റിൽ മാക്സിമം കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓവുലേഷന്റെ ആ ഒരു 5 ഡേയ്സ് സ്കിപ്പ് ചെയ്യാതെ പറ്റുമെങ്കിൽ അങ്ങനെ കോണ്ടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റാത്തവർ പീരിയഡ്സിന്റെ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഒന്നിടവിട്ടോ 2 ദിവസം
കൂടുമ്പോഴോ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനപ്പുറത്തേക്ക് ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട് പോകരുത്. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സ്പേം സെൽസ് സ്ത്രീ ശരീരത്തിൽ കുറഞ്ഞത് മാക്സിമം ഒരു 5 days വരെയൊക്കെ നിൽക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എഗ്ഗ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസും അവിടെ കൂട്ടും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഓവുലേഷൻ ഡേറ്റിന് ഒരുപാട് ദിവസം മുൻപാണ് ഫെർട്ടിലൈസേഷൻ ഇജാക്കുലേഷൻ ഉണ്ടാകുന്നതെങ്കിൽ ആ സ്പേം സെൽസ് ശരീരത്തിനകത്ത് നല്ലോണം നിലനിൽക്കാൻ വേണ്ടിയിട്ട് സെർവിക്കൽ മ്യൂക്കസിനും അതിൻ്റെതായിട്ടുള്ള ഒരു പങ്കുണ്ട്. അപ്പോൾ സെർവിക്കൽ മ്യൂക്കസ് അവിടെ ഡ്രൈ ആണ്, ഹോസ്റ്റൈൽ ആയിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ അതിന്റെ ആ ഒരു പ്രവർത്തനത്തിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സെർവിക്കൽ മ്യൂക്കസ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓവുലേഷൻ സമയത്തൊന്നും മ്യൂക്കസ് ഒന്നും ഉണ്ടാകുന്നില്ല, എഗ്ഗ് ടെക്സ്ചറിലൊന്നും ഡിസ്ചാർജ് ഉണ്ടാകുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ എടുക്കാനോ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സ് എന്തെങ്കിലും ഗ്രാമ്പു വെള്ളം കുടിക്കുകയോ വെള്ളത്തിന്റെ കൂടുതൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയോ വേണം കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നാച്ചുറലി പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് അത് വർദ്ധിപ്പിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.